ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാനുണ്ട്. അപ്പോൾ അതേ വണ്ടി വന്നു, ഞങ്ങളെല്ലാവരും വണ്ടി കയറി ഇനിയിപ്പോൾ പോവുകയാണ്. ഏറെക്കുറെ 1 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ ഇവിടുന്ന്. നമ്മുടെ കൂടെ തന്നെ വർക്കുന്ന സന്തോഷ് പറഞ്ഞ ചേട്ടൻ്റെ ഹൗസ് വാമിങ് ആണെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് വേണം പോകാനുണ്ട്. അതേ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ഞങ്ങളങ്ങനെ ഒരു നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും ഇറങ്ങി വീട്ടിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ജസ്റ്റ് 2 മാസമായിട്ടേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇടത് സൈഡിലൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് വീടൊക്കെ മൊത്തത്തിലൊന്നും കണ്ട് ഇനിയിപ്പോൾ അകത്തേക്ക് കയറാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നേരെ റൂഫിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ കണ്ടിട്ട് വേണം. അവരൊക്കെ അന്ന് വന്നതായിരുന്നു, അതുകൊണ്ട് തന്നെ അവരെ വീടും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കാണുകയാണ്. അന്ന് വരാൻ പറ്റായിരുന്നു വരുന്നില്ല, അന്നായിരുന്നു തക്കുടിനെ പ്രസവത്തിനായിട്ട് കൂട്ടി കൊണ്ടുപോകുന്ന ദിവസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാൻ നോക്കിയെങ്കിലും പിന്നെ പൊന്നുണ്ണിയുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നേരമായി. അവരുടെ വീട് മൊത്തത്തിൽ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. ഇതാണ് അവരുടെ ബെഡ്റൂം. നല്ല സിമ്പിളായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മേലേക്ക് കയറാനുള്ള വഴിയാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാർ കൗണ്ടർ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിൽ മതിയൊന്നുമല്ല കേട്ടോ, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് മേലത്തുള്ള റൂമിൻ്റെ കാര്യങ്ങളും അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ ഒക്കെ കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ സന്തോഷേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീണ്ടും വണ്ടി കയറി തുള്ളി കളിച്ച് ഞങ്ങൾ സന്തോഷേട്ടൻ്റെ വീടെത്താറായി. വീടെത്തി. ഇന്നിപ്പോൾ സന്തോഷേട്ടൻ്റെ സഹോദരൻ്റെയും ഹൗസ് വാമിങ് ഒരുമിച്ചാണ് കേട്ടോ. ഈ 2 വീടുകളാണത്. അപ്പോൾ ഞങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇനിയിപ്പോൾ വീടിനകത്തേക്ക് പോവാണ്. ഈ നിൽക്കണത് നമ്മുടെ സന്തോഷേട്ടൻ. ഹൗസ് വാമിങ്ങിന് വന്ന അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണത്. അപ്പോൾ പിന്നെ നാളെയൊക്കെ കണ്ട് ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാനായിട്ട് പോവാണ്. അപ്പോൾ താഴത്തെ നിലയിൽ തന്നെ അത്യാവശ്യം ആളുകളും തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ മേലേക്കാണ്ട് കയറിയത്. പിന്നെ നമ്മൾ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ അധികം ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല. 2 ഹൗസ് വാമിങ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ നടത്തിയതാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി പിന്നെ വീണ്ടും താഴേക്ക് വന്നു. ഇതാണ് കേട്ടോ കിച്ചണും കാര്യങ്ങളൊക്കെ. നല്ല ചെറിയൊരു കിച്ചൺ, പക്ഷേ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബെഡ്റൂം കാണാൻ പോയി. അത്യാവശ്യം സ്പേസുള്ള നല്ലൊരു വലിയ ബെഡ്റൂം തന്നെ കേട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഹാള്. നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹവും ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ കാഴ്ച എന്ന് പറയുന്നത്. അത് തന്നെ ഇവിടെ വിളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വലിയ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഉച്ചയായി, അതുകൊണ്ട് തന്നെ അതൊന്നും കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അതെ നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. നേരെ ഫുഡൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ വന്ന് ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ കുറച്ചായിട്ട് വളരെ കുറച്ച് ഫുഡാണ് കഴിക്കണം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫുഡ് എടുത്തിട്ട് ഞാനും കഴിക്കാൻ തുടങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ ചെറിയൊരു ഉപകാരമൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. വിമലിനെ കാത്ത് നിൽക്കുകയാണ്. വിമലാണെങ്കിൽ ഇവിടെ നല്ല ഫുഡ് അടിയാണ്. എല്ലാവരും കഴിഞ്ഞു, അവൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് സന്തോഷേട്ടൻ്റെ സഹോദരൻ്റെ വീട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇനിയിപ്പോൾ സന്തോഷേട്ടനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ വീടിൻ്റെ പുറത്തുനിന്നുള്ള റിവ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ് കാണാം. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.